പേരാപ്പറ ഡാമിലേക്ക് സ്റ്റാർട്ട് ചെയ്ത് ഞങ്ങൾ വാളാനി ഡാമിലെത്തിയ സ്റ്റോറി ആയിട്ട് പറയാൻ പോകുന്നത്. ഇൻസ്റ്റ റീല് കണ്ട് പേരാപ്പറ ഡാം കാണാൻ പോയതാണ് ഞങ്ങൾ. പക്ഷേ ഗൂഗിൾ മാപ്പ് അവസാനിച്ചു കൊടുത്ത് 4 പുറം കാടല്ലാതെ വേറെ ഞങ്ങൾക്കൊന്നും കാണാൻ പറ്റിയില്ല. പിന്നെ ഹെവി റെയിനും ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടുന്ന് തിരിച്ചു. ഉച്ച ആയതുകൊണ്ട് എന്തേലും കുറച്ച് ഫുഡ് കഴിച്ചിട്ട് ഇനി വേറെ എവിടേക്കെങ്കിലും പോകാമെന്ന് ഡിസൈഡ് ചെയ്തു കേട്ടോ ഞങ്ങൾ. ഹിന്ദി അറിയാത്ത ഈശാനുവിൻ്റെ പാപ്പൻ ഒരു ഹിന്ദിക്കാരനായി സംസാരിച്ച് മല്ലിട്ട് നിൽക്കണ ഈ സീനാണ് കേട്ടോ ഇവിടെ കാണുന്നത്. അവന് ഹിന്ദി അറിയില്ല, ആൾക്ക് മലയാളവും അറിയില്ല. അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഈശാനു ഫസ്റ്റ് തന്നെ ഓടി പോകുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ AR ഡൈൻ ചെറുതുരുത്തിയിൽ നിന്നാട്ടോ ഫുഡ് കഴിച്ച്. എന്താ കഴിക്കണ്ടേന്നൊക്കെ ഈശാനു തന്നെയാണ് ഓർഡർ ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. നിഹു നല്ല ഡാൻസിങ് ആണ്. അവളുടെ ഫേവറേറ്റ് സോങ് കേട്ടോ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്, എൻ്റെ അമ്മയുടെ ജിമിക്കി കമ്മൽ. അത് കേൾക്കുമ്പോൾ തന്നെ അവൾക്ക് ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. പിന്നെ എങ്ങോട്ടാ പോവാന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് വാളാനി ഡാം ഓപ്ഷൻ വന്നത് കേട്ടോ. വീടിൻ്റെ അടുത്തായതുകൊണ്ട് അങ്ങോട്ട് തന്നെ പോവാന്ന് ഞങ്ങൾ തീരുമാനിച്ചു. ഒരു ഹോളിഡേ കിട്ടിയ ഇഷാൻ്റെ എങ്ങോട്ടേലും ഔട്ടിങ് പോകണം. അങ്ങനെ ടിക്കറ്റ് എടുക്കാൻ പോവാണ് കേട്ടോ. മുതിർന്ന ആൾക്കാർക്ക് 20 രൂപയും 5 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് 10 രൂപയാണ് കേട്ടോ ടിക്കറ്റ്. അതേപോലെ കാറിനും ബൈക്കിനൊക്കെ എക്സ്ട്രാ പാർക്കിംഗ് ഫീ ഉണ്ട് കേട്ടോ. അപ്പോഴാണ് മലയാളികളുടെ ഫേവറേറ്റ് ഉപ്പിലിട്ടത് കാണുന്നത്. അങ്ങനെ അവിടുന്ന് കുറച്ച് ഉപ്പിലിട്ട നെല്ലിക്കയും മാങ്ങയും അരിനെല്ലിക്കയൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ വാളാനി ഡാമിൻ്റെ ഉള്ളിലേക്ക് എൻട്രി ചെയ്യാണ് കേട്ടോ. ഇഷാനു നിഹുനെ കൈപിടിച്ച് നടത്തിച്ച് കൊണ്ടുപോകുക കേട്ടോ. പുറത്തുനിന്ന് കാണുമ്പോൾ ചെറിയൊരു സ്പേസ് ആണെങ്കിലും ഉള്ളിൽ ഒരുപാട് നടക്കാനുണ്ടെന്ന് ഉള്ളിൽ കയറിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഇവിടുത്തെ ടൈമിംഗ് വരുന്നത് 9 to 6 ആണ്. 4 ഏക്കറിലാണ് ഈ വാളാനി ഡാം ഉള്ളത്. ഡാം മാത്രമല്ല കേട്ടോ, കുട്ടികൾക്ക് കളിക്കാനുള്ള പ്ലേ ഏരിയയും ഗാർഡനും തൂക്കുപാലും എല്ലാം ഉണ്ട് കേട്ടോ. ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ സൂപ്പർ ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവല്ലോ, മഴയെല്ലാം വരാറായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഒരു 10 years ബാക്ക് ഞാനിവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഇത്ര ഡെവലപ്ഡ് അല്ല. നല്ല ക്ലൈമറ്റും ഹെവി വിൻഡുമാണ്. അപ്പോൾ നടക്കാൻ തന്നെ നല്ല രസമാണ്. ഇപ്പോൾ ഞങ്ങൾ പോകുന്നത് ഡാമിൻ്റെ സൈഡിൽ കൂടെയാണ്. ഷട്ടർ ക്ലോസ് ആയതുകൊണ്ട് ഈ സൈഡ്സിലൊന്നും അധികം വെള്ളമില്ല കേട്ടോ. ഇഷാനുവിന് അവിടെ ഇറങ്ങി കളിക്കണം എന്ന് പറഞ്ഞിട്ട് എന്നോട് വാശി പിടിക്കുക. ഇതാണ് തൂക്കുപാലം. അറ്റ് എ ടൈം 15 to 20 പേഴ്സൺസിനാണ് ഇതും കൂടെ പോകാൻ പറ്റുള്ളൂ. ഇഷാനു ഓടുന്നത് എന്താണെന്നറിയോ, നമ്മൾ സ്പീഡിൽ ഓടുന്ന ടൈമിൽ ഈ സ്വിങ് ചെറുതായിട്ട് ആടുന്നുണ്ട്. അത് ശരിക്കും ഒരു അടിപൊളി എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. അപ്പോഴേക്കും ചെറുതായിട്ട് മഴ പെയ്യാൻ തുടങ്ങി. ഞങ്ങൾ വേഗം കുട്ടികളുടെ പ്ലേ ഏരിയയും കൂടിയും കവർ ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങോട്ട് പോയി. അവിടെ പോയപ്പോൾ കുട്ടികൾക്ക് കളിക്കാൻ കുറേ സ്ലൈഡ്സും സ്വിങ്സും എല്ലാം ഉണ്ടായിരുന്നു. ഇഷാനു പ്ലേ ഏരിയ കണ്ട സന്തോഷത്തിലാണ്. ഇഷാനു എല്ലാം സ്ലൈഡ്സും എല്ലാം മാക്സിമം എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട് കേട്ടോ. വലിയ തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് എല്ലാത്തിലും കയറാൻ പറ്റും. ഒരു ഹാഫ് ഡേ ഫുള്ളും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ പ്ലേസ് ആട്ടോ വാളാനി ഡാം. സോ അവിടെ വിസിറ്റ് ചെയ്യാത്ത ആൾക്കാർ അവിടെ പോയി വിസിറ്റ് ചെയ്യണം. ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആട്ടോ. അപ്പോൾ നെക്സ്റ്റ് ടൈം കാണുന്നവരെ ടാറ്റാ ബൈ, സീ യു.